T20 ലോകകപ്പിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ പുതിയ നാടകവുമായി പാകിസ്ഥാൻ. ലോകകപ്പിൽ പങ്കെടുക്കുമെന്നും എന്നാൽ ഇന്ത്യയെ മാത്രമായി ബഹിഷ്കരിക്കുമെന്നാണ് പാകിസ്ഥാന്റെ പുതിയ നിലപാട്. ഫെബ്രുവരി 15-ന് കൊളംബോയിലാണ് ലോകകപ്പിലെ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ പോരാട്ടം നടക്കുന്നത്. ഈ മത്സരം ബഹിഷ്കരിക്കുമെന്നാണ് പാകിസ്ഥാന്റെ പുതിയ ഭീഷണി. പാകിസ്ഥാൻ സർക്കാർ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം ഒഫീഷ്യലായി പ്രഖ്യാപിച്ചത്. T20 ലോകകപ്പിൽ നിന്ന് ബംഗ്ലാദേശിനെ പുറത്താക്കിയതിന് പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഈ നീക്കം. ഇന്ത്യയിൽ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് തള്ളിയ ICC കടുംപിടുത്തം തുടർന്ന് ബംഗ്ലാദേശിനെ പുറത്താക്കുകയായിരുന്നു. പകരമായി യൂറോപ്പിൽ നിന്ന് സ്കോട്ട്ലാൻഡ് ലോകകപ്പിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയെ ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ സർക്കാർ തന്നെ ഭീഷണി മുഴക്കിയത്. ഇന്ത്യയെ ബഹിഷ്കരിക്കുമെന്ന ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരെ ICC നടപടി കൊണ്ടുവരാൻ സാധ്യതയുമുണ്ട്. ലോകകപ്പ് കളിക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി PCB തലവൻ മുഹസിൻ നഖ്വി പാക് പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയെ ബഹിഷ്കരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി നടപടികളിൽ നിന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം. പാകിസ്ഥാന്റെ ആവശ്യപ്രകാരമാണ് ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്നത്. അതേസമയം സൂപ്പർ 8 റൗണ്ടിലോ സെമി ഫൈനലിലോ എത്തിയാൽ ഇന്ത്യയെ ബഹിഷ്കരിക്കുമോ എന്ന് പാകിസ്ഥാൻ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ലോകകപ്പ് മുഴുവനായി ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി മുഴക്കുന്നതിനിടെ പാക് താരങ്ങൾ ശ്രീലങ്കയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ ലോകകപ്പ് കളിക്കുമെന്ന് ഇതോടെ ഉറപ്പായിരുന്നു. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുന്നറിയിപ്പുമായി രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ഫെബ്രുവരി 15-ന് നടക്കേണ്ട മത്സരം ബഹിഷ്കരിക്കുമെന്നാണ് പാകിസ്ഥാന്റെ സർക്കാർ പ്രഖ്യാപിച്ചത്. പാക് സർക്കാരിന്റെ നയങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെന്നും എന്നാൽ തീരുമാനത്തിൽ നിന്ന് PSB പിന്നോട്ട് പോകണമെന്നും ICC ആവശ്യപ്പെട്ടു. ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കരുതെന്ന് പാകിസ്ഥാൻ ടീമിന് അവരുടെ സർക്കാർ നിർദ്ദേശം നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇക്കാര്യം ഒഫീഷ്യലായി അറിയിച്ചിട്ടില്ല. പക്ഷേ ഇത്തരം നിലപാടുകൾ ലോകകപ്പ് പോലെയുള്ള ടൂർണമെന്റുകളുടെ അടിസ്ഥാന തത്വങ്ങളെ യോജിക്കുന്നില്ല. പാകിസ്ഥാനും ക്രിക്കറ്റിനും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പരിഗണിച്ച് PCB ഈ തീരുമാനം വീണ്ടും പരിശോധിക്കണം, ICC ആവശ്യപ്പെട്ടു. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന പാകിസ്ഥാന്റെ പ്രഖ്യാപനം വൻ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കും. ബംഗ്ലാദേശിനോട് പക്ഷം ചേരുന്ന നിലക്കാണ് നടപടിയെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ലോക ക്രിക്കറ്റിലെ ഏറ്റവും ആവേശകരമായ മത്സരത്തിൽ നിന്നുള്ള ഈ പിന്മാറ്റം പാകിസ്ഥാന്റെ വിലപേശൽ തന്ത്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ലോകകപ്പിൽ 15-ന് കൊളംബോയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുന്നത്. ലോകത്ത് ഏറ്റവും അധികം കാണികളും പരസ്യ വരുമാനവും ടെലിവിഷൻ പ്രേക്ഷകരുടെ ക്രിക്കറ്റ് പോരാട്ടമാണിത്. ഈ മത്സരം റദ്ദാക്കപ്പെട്ടാൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിങ്ങിന് വലിയ സാമ്പത്തിക നഷ്ടം തന്നെ സംഭവിക്കാനിടയുണ്ട്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ICC രാജ്യങ്ങൾക്ക് നൽകുന്ന ധനസഹായം ഇതുൾപ്പെടെയുള്ള മത്സരങ്ങളുടെ വരുമാനത്തിന്റെ വിഹിതമാണിത്. ആ നിലക്ക് ICCയുടെ പ്രധാന വരുമാന മാർഗത്തിന്റെ വഴിയടച്ചാൽ പാകിസ്ഥാന് ഭാവിയിൽ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്തപ്പെട്ടേക്കാം. എന്നാൽ ICCയുമായി വിലപേശലിനുള്ള വഴിയൊരുക്കുകയാണ് പാകിസ്ഥാൻ എന്നാണ് വിദഗ്ധരുടെ അനുമാനം. ഇന്ത്യക്കാരനായ ജയ്ഷ അധ്യക്ഷനായ ICCയിൽ വിഹിതം കൂടുതൽ ആവശ്യപ്പെടുന്നതുൾപ്പെടെയുള്ള ഡിമാൻഡുകൾ പാക് ക്രിക്കറ്റ് ബോർഡ് മുന്നോട്ട് വച്ചേക്കാം.